ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കുറച്ച് പേഴ്സണൽ ആവശ്യമായിട്ട് തിരക്കായതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. സോ നമ്മളിപ്പോൾ ഇനിയും കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ അതിൽ നമ്മളൊരു സെർവോ വിഞ്ച് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നതെന്ന്. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് തരാനും മറക്കാതിരിക്കുക. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഞാൻ സെർവോ വിഞ്ചാണ് മേടിച്ചേക്കുന്നത്. നോർമൽ മോട്ടോർ വിഞ്ചല്ല മേടിച്ചേക്കുന്നത്, സെർവോ ടൈപ്പ് വിഞ്ചാണ് മേടിച്ചേക്കുന്നത്. ഓക്കെ, ഇത് അൺബോക്സ് ചെയ്യാം നമുക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്ന ഇത്രയും ഐറ്റമാണ് നമ്മുടെ മെയിൻ ഐറ്റം. മോട്ടർ, സ്റ്റിക്കർ, ഇത് നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ വിഞ്ച്, മെറ്റൽ വിഞ്ച് വയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രെഡ് ടൈപ്പും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഞ്ചിൻ്റെ ഒരു ഹൂക്കും, പിന്നെ ഇതതിൻ്റെ ടേണിങ്, ഇതിനെന്താ പേര് പറയുന്നത് എനിക്കറിയില്ല. ടേണിങ്ങിൻ്റെ 25 ടേണിൻ്റെ ഒരു മെറ്റൽ ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റമാണ് നമുക്ക് വന്നേക്കുന്നത്. സെർവോ പറ്റി പറയുകയാണെങ്കിൽ 360 ഡിഗ്രി സെർവോ ആണ്. എനിക്ക് തോന്നുന്നു 22 kg ആണ് ഞാൻ ഓർഡർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നോർമൽ സെർവോയുടെ കൂടെ വരുന്ന കുറച്ച് ആക്സസറീസ് ഐറ്റംസാണ്. ഓക്കെ, 22 kgൻ്റെ സെർവോ കേട്ടോ. 360 ഇഞ്ച് 22 kg ഡിജിറ്റൽ സെർവോ, ഇഞ്ചോറ ബ്രാൻഡിൻ്റെയാണ്. വലിയ മാരക പവറുള്ള സെർവോയൊന്നും അല്ല, ഒരു മീഡിയം ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വണ്ടിയുടെ ബോഡി അഴിക്കണം. ഓക്കെ, ബോഡി അഴിച്ച്. ബോഡി ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല, സൈഡിലോട്ട് വയ്ക്കാം. ഓൾറൈറ്റ് ഗൈസ്, നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് വണ്ടിയിൽ വരുമ്പം ഇവിടെ സ്റ്റിയറിംഗ് സെർവോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറെ മൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ സ്പേസും കുറവാണ് ഒരു സെർവോ ഇവിടെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ നമ്മുടെ സെർവോ, അതായത് വിഞ്ച് സെർവോ ഇവിടെ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഐറ്റം നമ്മൾ 3D പ്രിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ ഫുള്ള് കംപ്ലീറ്റ് പീസായിട്ട് അഴിച്ചിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു ഹോൾ ഇട്ടാണ് കേട്ടോ, വിഞ്ചിൻ്റെ ത്രെഡ് പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇനി സാൻഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഫിനിഷായി. അതായത് നമ്മൾ ബമ്പർ അഴിച്ചെല്ലാം തിരിച്ച് അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോള് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സൈഡ് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ത്രെഡ് കിടന്ന് ഉരയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആവശ്യം. സോ കുറച്ചും കൂടെ ഹോളും അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരിക. സോ നമ്മുടെ ഐറ്റം ഇവിടെ സ്റ്റില്ല് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ശതമാനം 89-90% വിൽ വെയിറ്റ്. അപ്പോൾ ഗൈസ്, നമുക്ക് പുതുതായിട്ട് 2 പണി കിട്ടിയൊക്കെയാണ്. പണി നമുക്ക് പുതുതല്ല. സോ ഒന്നാമത്തെ പണി 3D പ്രിൻ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ മൗണ്ട് പൊട്ടിപ്പോയി. മൗണ്ടും അത് സെർവോ മൗണ്ടും അതിൻ്റെ ലെഗും ഒടിഞ്ഞു പോയി. വണ്ടി ഇതിൻ്റെ മണ്ടയിൽ മറിഞ്ഞിട്ട് അത് ഒടിഞ്ഞു പോയി. സോ അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെയും പ്രിൻ്റ് ചെയ്തെടുക്കാൻ നിൽക്കാം. ബട്ട് രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് സെർവോ. ഇതിൽ ചാനൽ 6-ലാണ് നമ്മൾ വിഞ്ച് സെറ്റ് ചെയ്യുന്നത്. നോർമലി 6-ലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് മുന്നോട്ടും പിന്നോട്ടും ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു ടോഗിൾ സ്വിച്ച് ഉള്ളതുകൊണ്ട്. സോ എന്താണ് പണിയെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് വണ്ടി ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ സെർവോ നമ്മുടെ ചാനൽ 6-ലാണ് കൊടുത്തേക്കുന്നത്. നോർമലി ചാനൽ 6-ലാണ് വിഞ്ച് കൊടുക്കേണ്ടത്. അതിനാണ് ഈ സ്വിച്ച് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് മുന്നോട്ട്, ഇത് ന്യൂട്രൽ, ഇത് പിന്നോട്ട്, അതിനാണ് സെറ്റിങ്. ഇപ്പോൾ നമ്മൾ ന്യൂട്രലാണ് വെച്ചേക്കുന്നത്. ഈവൻ ന്യൂട്രലിൽ തന്നെ സെർവോ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ടിടുമ്പോൾ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂട്രൽ പിന്നോട്ടിടുമ്പോൾ പിന്നോട്ടും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ന്യൂട്രലിൽ സെർവോ നിൽക്കുന്നില്ല. നോർമലി വിഞ്ച് സ്റ്റോപ്പ് ആവാനാണ് നോർമലിൽ, ബട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് സംഭവം, ഞാൻ യൂട്യൂബിലും നമ്മൾ ChatGPT എടുത്ത് ചോദിച്ചപ്പം ChatGPT പറയുന്നത് നമ്മുടെ നോർമൽ ഇതിൻ്റെ ഒരു ന്യൂട്രൽ പൊസിഷന് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഒരു നിൽക്കേണ്ടതാണ് ഐറ്റം. ബട്ട് ഇത് സ്റ്റോക്ക് സെർവോയിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻബിൽട്ടാണ് വരുന്നത്. ഞാനിത് റീവൈൻഡ് ചെയ്ത് നോക്കി, വർക്കുന്നില്ല. സോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ അതാണ് ഇപ്പോൾ കിട്ടിയേക്കുന്ന പണി. അപ്പോൾ ഞാൻ വേറെ ട്രാൻസ്മിറ്റർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് വന്നേക്കുന്നത് 2-in-1 ESC പ്ലസ് റിസീവറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റിസീവർ മാറ്റണം. റിസീവർ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കിതിൻ്റെ ESC മാറ്റേണ്ടി വരും.
ESC മാറ്റുമ്പം ഈ മോട്ടർ ESCയിൽ വയർ അകത്ത് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ മോട്ടർ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ വയർ കണ്ടിച്ച് അങ്ങനെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ഗൈസ്. സോ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും വണക്കം, ബൈ.